തഗ് ലൈഫ് കാണാൻ പോയിട്ട് പൂക്കി ലൈഫ് കണ്ടിട്ട് വന്ന ഒരവസ്ഥയാണ് എനിക്ക്. ഇതിൽ തൃഷയുടെ ക്യാരക്ടർ ഒരു പാട്ട് പാടുന്നുണ്ട്, എന്നെ വേണം ഉനക്ക്. അത് കേട്ടപ്പോൾ എനിക്ക് എന്താ തോന്നിയെന്ന് പറയുമ്പോൾ, ഒന്നും വേണ്ട എനിക്ക് മതിയായി എനിക്ക് എന്ന് പറയാനാണ് എനിക്ക് തോന്നിയത്. എന്ത് പാട്ടോടെ എടുത്തു വെച്ചിരിക്കുന്നത്. മോശം സിനിമയെന്ന് പറയാനും പറ്റൂല, എന്നാൽ എൻജോയ് ചെയ്തില്ല, അങ്ങനത്തെ ഒരു അവസ്ഥ. ആരും മോശമായിട്ട് അഭിനയിച്ചെന്ന് അങ്ങനെ പറയാൻ എനിക്കങ്ങനെ തോന്നുന്നില്ല. പക്ഷെ ചിലയിടങ്ങളിൽ നമ്മൾ കമലഹാസൻ എന്നുള്ള നടനിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ക്വാളിറ്റി ഉണ്ട്. അതിതിൻ്റെ വീക്ക് റൈറ്റിങ്ങോ അല്ലെങ്കിൽ ഇതിൻ്റെ മോശം ഡയലോഗുകൾ കൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഒരു സീനുണ്ട്, അഭിരാമിയുടെ ക്യാരക്ടറിൻ്റെ പുറകെ കമലഹാസൻ വലിയ തഗ്, വലിയ ഡോണാണ്, വലിയ യക്കൂസാന്നൊക്കെ പറഞ്ഞ ആളാണ് കേട്ടോ. ഇങ്ങനെ മറ്റേ അയ്യോ എന്നെ ഓർമ്മിക്കില്ല, എന്നെ മറന്നുപോയല്ലേ എന്നൊക്കെ പറയും. എന്ത് ഷോക്ക് വരുന്നറിയാമോ. എനിക്കത് വെരി ബാഡ്ലി റിട്ടേൺ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഈവൻ ആ പെർഫോമൻസ് പോലും എനിക്കെന്തോ പോലെ തോന്നി, ഒരുമാതിരി എന്നുള്ളൊരു ഫീലിംഗാണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്നാൽ ചില സ്ഥലങ്ങളിൽ പുള്ളിയുടെ കണ്ണിൽ പോലും അഭിനയം അങ്ങനത്തെ ഒരു സാധനമുണ്ട്. കണ്ണ് നോക്കി നമുക്ക് പല കാര്യങ്ങൾ ഫീൽ ചെയ്യും. ഈ സിനിമയിൽ സത്യം പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പോർഷൻ ഉണ്ടെങ്കിൽ അത് ആ സിനിമയുടെ തുടക്കം ഉള്ളൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു പോർഷൻ കാണിക്കുന്നുണ്ട്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോർഷൻ കാണിക്കുന്നുണ്ട്. ആ ഒരു പോർഷനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. എനിക്കിപ്പോഴും മനസ്സിലാവാത്ത ഒരു കാര്യം കൂടിയുണ്ട്. സിനിമ തുടങ്ങുമ്പോൾ ഒരു വയലിൽ നിന്നുകൊണ്ട് പുള്ളി ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കുറേ ആൾക്കാരെ അറ്റാക്ക് ചെയ്യണ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ സംഭവമേ സിനിമയിലില്ല. അപ്പോൾ എനിക്ക് കണ്ടിന്യൂറ്റി പ്രോബ്ലം ഒക്കെ തോന്നി. പുള്ളി അത് മനസ്സിൽ വിചാരിച്ചതാണോ എന്താണ് അതിൻ്റെ ആ സീൻ്റെ കണ്ടിന്യൂഷൻ പിന്നെ ഞാൻ കണ്ടില്ല. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചതെന്ന് പോലും എനിക്ക് മനസ്സിലായില്ല. മണിരത്നം എന്തായാലും തീർച്ചയായിട്ടും എന്തോ ഉദ്ദേശിച്ചിട്ടുണ്ട്, പക്ഷേ എന്നെയായിട്ടത് കണക്റ്റ് ആയില്ല. പിന്നെ ജോജി ചേട്ടൻ ഇതിനകത്ത് മലയാളിയായിട്ട് തന്നെയാണ് അഭിനയിച്ചിരിക്കുന്നത്. കാഞ്ഞിരപ്പള്ളി പത്രോസ് എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ചേട്ടന് കൊടുത്ത ക്യാരക്ടർ. ചേട്ടൻ വൃത്തിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. STR ഈ സിനിമയിലെ സെക്കൻഡ് നായകൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. വളരെ നീറ്റ് പെർഫോമൻസാണ്. തൃഷയ്ക്ക് കാര്യമായിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനുണ്ടായെന്ന് എനിക്ക് ഫീൽ ചെയ്തേയില്ല. തൃഷയുടെ ആവശ്യം തന്നെ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. മറ്റേ എന്നെ വേണം ഉനക്ക് അത് കേട്ടിട്ട് എനിക്ക് ചിരിച്ച് ഞാൻ ചത്ത്. ഓൾറെഡി ഇത് ആ ഷുഗർ ബേബി എന്നുള്ള പാട്ട് കേട്ടിട്ട് ഞാൻ ചിരിച്ച് മണ്ണ് തപ്പിയതാണ്. അപ്പോഴാണ് ഇത് സിനിമയിലും കൂടെ കണ്ടപ്പോഴേക്കും എനിക്ക് തൃപ്തിയായി. എന്തൊന്ന് ക്യാരക്ടറേ അത്. ഈവൻ തൃഷേനെ ഒരു ബാക്ക് സ്റ്റോറി കാണിക്കാൻ വേണ്ടി ഒരു ഡ്രസ്സൊക്കെ ഇട്ട് നിർത്തുന്നുണ്ട്. തൃഷേനെ ഒരു രീതിയിലും ആ ഒരു അവസ്ഥയിൽ ഒട്ടും സൂട്ടബിൾ അല്ലായിരുന്നു. തൃഷ അങ്ങനെ ഒരു അറ്റയറിൽ നിന്നിട്ട് പോലും എനിക്ക് തോന്നിയെന്നോട്ടെ ഈ ഫാൻസി ഡ്രസ്സിന് വേണ്ടി ചില സിനിമയിൽ അല്ലെങ്കിൽ ചില കോമഡി സ്കിറ്റുകളിൽ ഈ നല്ല പ്രായമുള്ള നടികളെ സ്കൂൾ പിള്ളേരായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് മറ്റേ ടിൻറ്റുമോളെ പോലെയൊക്കെ ഡ്രസ്സപ്പ് ചെയ്യില്ല, അങ്ങനത്തെ ഒരു ഫീലാണ് എനിക്ക് കിട്ടിയത്. ഞാൻ പറയുന്നത് ക്യാരക്ടറിനെ പറ്റിയാണ് കേട്ടോ. എനിക്ക് തൃഷ ചെയ്തിരിക്കുന്ന ക്യാരക്ടർ ഒട്ടും കൺവിൻസിങ് ആയി പോലും ഫീൽ ചെയ്തില്ല. അതേസമയം ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു എനിക്ക് ഇഷ്ടപ്പെട്ട ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി-ഏജിങ് ഒക്കെ ചെയ്തിട്ടുള്ള കമലഹാസനും കാണിക്കുന്നുണ്ട്, നാസറിനെയും പലവരെയൊക്കെ, ഈവൻ ജോയിച്ചറിനെയൊക്കെ എല്ലാവരും കുറച്ച് പ്രായം കുറഞ്ഞ ഒരു ഒരു അറ്റയറിലാണ് കാണിക്കുന്നത്. അത് ഭയങ്കര കൺവിൻസിങ് ആയിരുന്നു. ഈവൻ അതിനകത്ത് എലാങ്കോ കുമാരവേൽ വരുന്നുണ്ട്. ആ ഒരു പർട്ടിക്കുലർ ആ ഒരു 10 minutes ഓഫ് ദ മൂവിയാണ് എനിക്ക് ആകെ ഈ സിനിമയിൽ വളരെ ഇഷ്ടപ്പെട്ടെന്ന് പറയാൻ പറ്റുന്നുള്ളൂ. പിന്നെ ഈ സിനിമയുടെ CGI 2025 എന്തിനാണിങ്ങനെ ഒരു കാര്യമില്ലാത്ത കുറേ ഗ്രീൻ സ്ക്രീനൊക്കെ വെച്ചിട്ട് വെറുപ്പിക്കണമെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായില്ല. അത് മണിരത്നം പോലെ ഉള്ളൊരു എയ്സ് ഡയറക്ടറിൽ നിന്നും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സാധനങ്ങൾ. അത് ചില ഒറിജിനൽ ലൊക്കേഷൻസിൽ പോയി ഷൂട്ട് ചെയ്തിട്ടുണ്ട്. സിനിമാറ്റോഗ്രഫി ഈസ് ബൈ രവി കെ ചന്ദ്രൻ. അതുകൊണ്ട് തന്നെ പുള്ളി കിടുവായിട്ട് പല വിഷ്വൽസും ഒപ്പിയെടുത്തിട്ടുണ്ട്, അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. പക്ഷേ പുള്ളിയുടെ ആ ഒരു അത്രയും നാച്ചുറലായിട്ട് നല്ലൊരു സിനിമാറ്റോഗ്രഫിയുടെ ഇടയിലേക്ക് CGIയും അതുപോലെ തന്നെ ഗ്രീൻ സ്ക്രീനും വരുമ്പോൾ ഭയങ്കര അരോചകമായിട്ടാണ് എനിക്ക് ഫീൽ ആയത്. പിന്നെ A.R. റഹ്മാൻ്റെ മ്യൂസിക് ചിലയിടത്ത് വർക്കായിട്ടുണ്ട്, ചിലയിടത്ത് തീരെ വർക്കായിട്ടില്ല. ചില സ്ഥലങ്ങൾ ഭയങ്കര അടിപൊളിയാണ്. ഈ സിനിമയുടെ മ്യൂസിക് എന്ന് പറഞ്ഞാൽ A.R. റഹ്മാൻ്റെ ചിലയിടത്ത് പീക്ക്, ചിലയിടത്ത് ഭയങ്കര സോകം, ആ സീനൊക്കെയാണ്. പിന്നെ ഐശ്വര്യലക്ഷ്മി, കുറേ മലയാളി നടീനടന്മാർ ഇതിനകത്തുണ്ട്. അതിനകത്ത് ഐശ്വര്യലക്ഷ്മി ഉണ്ട്. ഐശ്വര്യലക്ഷ്മിയുടെ റോള് ചെറിയ റോളായിരുന്നു. ഐശ്വര്യലക്ഷ്മി ഡീസൻ്റായിട്ട് ചെയ്തെന്നൊക്കെ പറയാം. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഈ സിനിമയുടെ കഥയെന്നൊക്കെ പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും ഇല്ല. നായകനും വേറെ കുറേ സിനിമകളും എല്ലാം കൂടി ഇങ്ങനെ ചേർത്ത് ബ്ലെൻഡ് ചെയ്ത് മണിരത്നത്തിൻ്റെ കുറേ സിനിമകളൊക്കെ കൂടി ബ്ലെൻഡ് ചെയ്തൊരു അവസ്ഥ. ചെക്കച്ചവന്തമാനം ഇസ് ബേസ്ഡ് ഓൺ ഗോഡ് ഫാദർ. നായകൻ എന്നുള്ള പഴയ സിനിമയും ഈ ചെക്കച്ചവന്തമാനവും ഗോഡ് ഫാദറും ഒക്കെ കൂടെ
ഒരു മിക്സിയിലിട്ട് അടിച്ച് ഒരു പരിവാക്കിയ ഒരു സാധനം. എന്നാൽ ഇതൊക്കെ മിക്സിയിലിട്ട് അടിച്ച് കഴിക്കാനോ കുടിക്കാനോ ടേസ്റ്റ് ഉണ്ടെങ്കിൽ കൊള്ളാം. ഇതങ്ങനെയല്ല. അതായത് ഈ സിനിമയെ നമുക്ക് വെറുക്കാനും പറ്റില്ല, എന്നാൽ ഇത് എൻജോയ് ചെയ്യാനും പറ്റില്ല. അങ്ങനത്തെ ഒരു സാധനമായിട്ടാണ് എനിക്ക് ഈ സിനിമ അനുഭവപ്പെട്ടത്. ഞാനത് വളരെ തുറന്നു പറയണേ. ഞാൻ കമലഹാസനെ കട്ടയ്ക്ക് ആരാധിക്കുന്ന ഒരാളാണ്, കട്ട ഫാനാണ്. പക്ഷേ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കമലഹാസൻ്റെ പടമാണെങ്കിൽ പോലും ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ പറയും. ഞാൻ ഇന്ത്യൻ 2ൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ ഒരു മയവും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് തന്നെയാണ് എനിക്ക് ഇതിനകത്തും ചെയ്യാനുള്ളത്. കാരണം അതിനകത്ത് ഇന്ത്യൻ 2ലെ താത്ത കാണിക്കുന്ന കുറേ താത്താവരാതുണ്ട്. അതിൻ്റെ ഒരു ബാക്കി പത്രമാണെന്നുകൊണ്ട് ഇതിനകത്ത് യക്കൂസ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളി കുറേ കരാട്ട പരിപാടി കാണിക്കുന്നുണ്ട്. സംഭവം കമലഹാസൻ അടിപൊളിയായിട്ട് പോസ്റ്ററും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കോസ്റ്റ്യൂം, ആ സമയത്തുള്ള കോസ്റ്റ്യൂം ആരാ ചെയ്തേക്കണമെന്ന് എനിക്കറിയത്തില്ല. കോസ്റ്റ്യൂം വാസ് ഡൺ ദ കോസ്റ്റ്യൂം ആരെങ്കിലും ആയിക്കോട്ടെ. ആരാന്ന് വെച്ചാൽ ആ കോസ്റ്റ്യൂമൊക്കെ കൊടുത്തിരിക്കുന്നത് നൈസൊക്കെയാണ്. ഒരു ചാക്ക് നെഞ്ചത്ത് വെച്ചിട്ടുള്ള കോസ്റ്റ്യൂം ഇട്ടുകൊണ്ട് വരുന്നുണ്ട്. അതെനിക്ക് അത്ര പിടിച്ചില്ല. നമ്മുടെ പ്രോമോ വീഡിയോയിൽ കാണിച്ചൊരു കോസ്റ്റ്യൂം ഉണ്ട്. അത് എവിടെ നിന്ന് ആ കോസ്റ്റ്യൂം കിട്ടിയെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായില്ല. മറ്റേ നേപ്പാളിലെന്തോ നേപ്പാളിൽ എവിടെയോ പോയപ്പോഴേക്കും അവിടെ നിന്ന് ഏതോ യാക്കിൻ്റെ തോല് വെട്ടിയെടുത്തുകൊണ്ട് വന്നാന്ന് തോന്നുന്നുണ്ട്. അതെനിക്ക് ഒരു പിടുത്തം കിട്ടിയില്ല. അത് എവിടെ നിന്ന് അന്ത കോസ്റ്റ്യൂം എവിടെ നിന്ന് വന്നെന്ന് എനിക്കൊരു പിടുത്തമില്ല. പക്ഷേ അത് കഴിഞ്ഞിട്ടൊരു സാധനം കിട്ടി, ലിനൻ പോലെയുള്ള ഒരു ജൂട്ട് പോലെയുള്ള സാധനം കിട്ടിയിട്ട് പോസ്റ്റർ പരിപാടിയൊക്കെ ഉണ്ട്. അതൊക്കെ നൈസായിരുന്നു. അത് നൈസ് തന്നെയായിരുന്നു. ജോയിച്ചേട്ടനായിട്ടുള്ള ഒരു ഫൈറ്റ് ഉണ്ട്. ആ ഭാഗം ആണ് കുറച്ചുകൂടി എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നിയ ഒരു സാധനം. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഇത് അന്ന് പഠിച്ച കുൻഫു ഇതിലും കൂടി പ്രയോഗിച്ചു എന്നൊക്കെ പറഞ്ഞ പോലത്തെ ഒരു ഫീലൊക്കെയാണ് കിട്ടുന്നത്. ഇവിടെ യാക്കൂസ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ആരെയാണ് ഈ പറ്റിക്കാൻ നോക്കണമെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം ഞാനൊക്കെ ഈ ഗെയിമൊക്കെ കളിച്ച് യാക്കൂസ എന്താണെന്നൊക്കെ അറിയാവുന്നതാണ്. നമ്മുടെ ഇവിടുത്തെ സാധാരണ ജനങ്ങൾ ഇപ്പോൾ മനസ്സിലാവില്ലായിരിക്കാം. പക്ഷേ ഒരു യാക്കൂസ എന്നൊക്കെ പറഞ്ഞ് കാണിക്കുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ അന്തമാതിരി ഒരാളാണെന്നൊക്കെ പറഞ്ഞ് കാണിക്കുമ്പോൾ അതിൻ്റെ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇതൊരു ഹാഫ് ബേക്ക്ഡ് യക്കൂസ, ഹാഫ് എന്ന് പോലും പറയാൻ പറ്റില്ല, ക്വാർട്ടർ ബേക്ക്ഡ് എന്നൊക്കെ പറയേണ്ടി വരും. അങ്ങനത്തെ ഒരു ഞാൻ പറയില്ല, അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. ഈ ഇങ്ങനെ കുറേ വമ്പൻ സാധനങ്ങളൊക്കെ കാണിക്കുന്നതിന് പകരം സിമ്പിളായിട്ട് റൂട്ടഡായിട്ട് ഒരു കഥ പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചും കൂടി രസമായിരുന്നെന്ന് എനിക്ക് ഫീൽ ചെയ്തു. ഇതിങ്ങനെ കുറേ അതാണ് നായകനെ അടിപൊളിയാക്കിയത്. നായകൻ എന്നുള്ള സിനിമ നിങ്ങൾ കണ്ടിട്ടില്ല, ഇപ്പോഴും യൂട്യൂബിൽ വരെ അവൈലബിൾ ആണ്. ഒന്ന് കണ്ടു നോക്ക്. നായകനെ എന്തുകൊണ്ടാണ് അത്രയും കിടിലനാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മുംബൈ ബേസ്ഡ് ആയിട്ടുള്ളൊരു സ്റ്റോറി കാണിക്കുന്നു. അതിനകത്ത് വളരെ അടിപൊളിയായിട്ട് കമലഹാസനെ പ്ലേസ് ചെയ്തിരിക്കുന്നു. ആ ഒരു ക്യാരക്ടർ ഗ്രാഫൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഭയങ്കര രസം വരുന്നത്. ഇറ്റ് മെയ്ഡ് നായകൻ സ്പെഷ്യൽ. അതുകൊണ്ടാണ് നാഷണൽ അവാർഡ് വരെ കിട്ടിയത്. ഇത് കൂടാതെ ഈ സിനിമയിലേക്ക് വരുമ്പോൾ ഡൽഹി കാണിക്കുന്നുണ്ട്, മുംബൈ കാണിക്കുന്നുണ്ട്, പല സ്ഥലങ്ങളും കാണിക്കുന്നുണ്ട്. പക്ഷേ എന്താണ് അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഡൽഹിയിൽ തമിഴായിട്ടുള്ള ആൾക്കാർ മാത്രമുള്ള, ഹിന്ദി സംസാരിക്കുന്നവരുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് മറ്റേ മഞ്ചേക്കർ പുള്ളിക്കാരൻ ആക്ട് ചെയ്തിട്ടുണ്ട്, ഹിന്ദി നാടൻ. പുള്ളിയുടെ ഫുൾ നെയിം ഞാൻ മറന്നുപോയി. അപ്പോൾ പുള്ളി ഇതിനകത്ത് ഒരു റോള് ചെയ്തിട്ടുണ്ട്, മനീഷ് മഞ്ചേക്കർ. പുള്ളിയുടെ പേരെന്തായിരുന്നു, ഞാൻ പേര് തന്നെ പറഞ്ഞ് തെറ്റിച്ച് പറഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ട് വരണ്ടല്ല. മഹേഷ് മഞ്ജരേക്കർ പുള്ളിക്കാരൻ ഇതിനകത്ത് സദാനന്ദ് എന്ന് പറഞ്ഞ റോൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അശോക് സെലവൻ ഉണ്ട്, എന്തിനോ തിളക്കുന്ന സാമ്പാർ എന്ന് പറഞ്ഞ പോലെ. മോശമായിട്ട് അഭിനയിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ഇല്ല, പക്ഷേ വൈ ദാറ്റ് ക്യാരക്ടർ അങ്ങനത്തെ ഒരു സാധനം എനിക്ക് തോന്നി. ഇതൊക്കെ പല സിനിമയിലും മുൻപേ മണിരത്നത്തിൻ്റെ പടത്തിൽ പോലും കണ്ടിട്ടുള്ള ടൈപ്പ് ഒരു ക്യാരക്ടർ. പ്രത്യേകിച്ച് ഒരു പുതുമയൊന്നും ഫീൽ ചെയ്യുന്നില്ല സിനിമ കണ്ടിട്ട്. ഒന്നിലും ഒരു പുതുമ ഫീൽ ചെയ്യാനുള്ള കുറേ മോക്കപ്പോട്ട് വെച്ചിട്ട് കുറേ മറ്റേ റോബോട്ടിക് ക്യാമറ വെച്ചിട്ട് കുറേ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ വലിയ ഗുമ്മൊന്നും ഫീൽ ചെയ്തില്ല. അതാണ് ഞാൻ ഈ സിനിമയിൽ ഒരു ക്വാളിറ്റി പ്രതീക്ഷിച്ചു മണിരത്നം എന്നുള്ള സംവിധായകയിൽ നിന്നും. ആ ഒരു ക്വാളിറ്റി എനിക്ക് കിട്ടിയില്ല. ആ ഒരു ടൈപ്പ് ഓഫ് ഒരു ഫിലിം മേക്കിങ്ങോ അല്ലെങ്കിൽ ആ ഒരു മണിരത്നം ഒരു ടച്ച് ഉണ്ടല്ലോ, ആ സാധനം എനിക്ക് ഈ പടത്തേക്ക് കിട്ടിയില്ല എന്നുള്ളതാണ്. എനിക്ക് മണിരത്നത്തിന് എന്തോരം സിനിമകൾ ഇഷ്ടമാണ്. എനിക്ക് യുവ ഇഷ്ടമാണ്, അതായത് ആയുധെടുത്ത്. എനിക്ക് തമിഴാണ് കൂടുതൽ ഇഷ്ടം. കണ്ടമാനം ബോംബെ, റോജ, ദ ലിസ്റ്റ് ഗോസ് ഓൺ ആൻഡ് ഓൺ ആൻഡ് ഓൺ. എന്തോരം സിനിമകളുണ്ട്. ദളപതി, ഇതൊരു പട്ടമുണ്ട്. എന്തോരം സിനിമ എടുത്തിട്ടുള്ള മനുഷ്യനാണ്. അപ്പോൾ ആ ഒരു ലെവൽ നമ്മൾ പ്രതീക്ഷിക്കില്ല. എൻ്റെ പ്രതീക്ഷയ്ക്കൊത്ത് തീർച്ചയായിട്ടും വന്നിട്ടില്ല. എൻ്റെ മനസ്സിൽ ഇത് ഒരു മണിരത്നം ചിത്രം എന്നുള്ള രീതിയിലേക്ക് എനിക്ക് ഈ സിനിമ പതിഞ്ഞിട്ടില്ല എന്നുള്ളത് ഞാൻ തുറന്നു പറയാണ്. പിന്നെ അലി ഫേസിലുണ്ട് ഇതിനകത്ത്, നമ്മുടെ ഫാസ്റ്റ് ആൻഡ് ഫ്യൂറിയസിലൊക്കെ വരെ അഭിനയിച്ചിട്ടുള്ള മച്ചാനാണ്. പുള്ളി ഡീസൻറ്റ് റോളായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ആരും മോശമായിട്ട് അഭിനയിച്ചതൊന്നും അങ്ങനെ തോന്നില്ല. മോശമായിട്ടല്ലെങ്കിൽ എനിക്ക് ആകെ അഭിനയം തോന്നിയത് കമലഹാസൻ്റെ സൈഡിൽ നിന്നാണ്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം. അതെന്ന് വെച്ചാൽ കമലഹാസൻ്റെ ഒരു അഭിനയം എന്ന് പറഞ്ഞാൽ ഞാനത് എന്താ ലെവലിലാണ് പുള്ളിനെ ഞാൻ കരുതുന്നത്. കാരണം ഈസ് വൺ ഓഫ് ദ ഫൈനസ്റ്റ് ആക്ടേഴ്സ് ഇൻ ദ വേൾഡ്, അങ്ങനെയാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ പുള്ളിയിൽ നിന്നും പ്രതീക്ഷിക്കാത്ത ഒരു ടൈപ്പ് ഓഫ് അഭിനയമൊക്കെ ഉണ്ടായിരുന്നു ഇതിനകത്ത്. അത് ക്രിഞ്ച് ഫീൽ ചെയ്യുന്ന ടൈപ്പ് സാധനങ്ങളൊക്കെ.
ഇതൊക്കെ പറയാതിരിക്കാൻ വേണ്ട. ഞാൻ ഇതാ കമലഹാസനെ പറ്റി തന്നെയാണ് പറയണതെന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. അതുപോലെ ബാബുരാജ് വളരെ ഡീസൻ്റ് ആയിട്ടുള്ള റോൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറേ പേര് ഇങ്ങനെ വന്നൊക്കെ പോകുന്നുണ്ട്. ഈവൻ സാനിയ മൽഹോത്ര ഒരു സ്പെഷ്യൽ അപ്പിയറൻസ് ഉണ്ട്, മറ്റേ ജിങ്ക് ജ അങ്ങനെ ആ പാട്ടിനകത്ത്. ഞാൻ പുള്ളിക്കാരിനകത്ത് ഫുള്ളുണ്ടാവുന്ന വിചാരിച്ചാൽ ഫുള്ളില്ല, ആ ഒരു പാട്ടിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് തഗ് ലൈഫിനെ പറ്റി തോന്നിയത്. തഗ് ലൈഫ് കാണാൻ പോയാൽ ഞാൻ പൂക്കി ലൈഫ് കണ്ട അവസ്ഥയായിരുന്നു. ഏതോ ഒരു പാവപ്പെട്ട ഒരു ഗ്യാങ്സ്റ്റർ, എന്താണ് സ്ത്രീകളെ കാണുമ്പോഴേക്കും അലിഞ്ഞവിഞ്ഞു പോകുന്ന ഒരു ഗ്യാങ്സ്റ്റർ, ഇങ്ങനത്തെ ഒരു റോളാണ് ഇതിനകത്ത് കമലഹാസൻ്റെ. നമ്മളിങ്ങനെ എന്താ പറയുക, പെണ്ണുണ്ണി ഗ്യാങ്സ്റ്റർ എന്നൊക്കെ പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥ എനിക്ക് സത്യം പറഞ്ഞ് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഞാൻ മറ്റേ എന്താ പറയുക, പൊളിറ്റിക്കലി ഇൻകറക്റ്റ് പേഴ്സണാണ്. എനിക്ക് പൊളിറ്റിക്കലി കറക്റ്റായിട്ട് സംസാരിക്കാൻ അറിയില്ല. ഞാൻ സിനിമ കണ്ടിട്ട് എനിക്ക് എന്ത് തോന്നി എന്നുള്ളത് ഞാൻ പറയാനായിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ഒരു മണ്ണുണ്ണി പെണ്ണുണ്ണി ഗ്യാങ്സ്റ്ററായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞാനത് അങ്ങനെ തന്നെ പറയുന്നു. എനിക്കതാണ് തോന്നണം, അതുകൊണ്ടാണ് ഞാനതങ്ങനെ പറഞ്ഞത്. എന്തായാലും എനിക്കിഷ്ടപ്പെട്ടില്ല. പിന്നെ ചിന്മയ് ഇതിനകത്ത് റോൾ ചെയ്തിട്ടുണ്ട്. സിനിമേനെ കാണിക്കുമ്പോൾ തന്നെ ചിന്മയല്ല, ചിന്നി ജയന്ത്, അത് തന്നെ അതല്ലേ ചിന്നി ജയന്ത്, അല്ല അത് വേറെ ആരോളാണല്ലോ. സിനിമേനെ പോലിരിക്കണം ഇതിനകത്ത് ഒരു പുള്ളിക്കാരുണ്ട്, ഒരു ഹിന്ദി നടി. എന്തായാലും അവരൊക്കെ കാണുമ്പോഴേ എനിക്ക് മനസ്സിലായി ഇവർ പ്രശ്നമാണെന്നൊക്കെ. പിന്നെ ഇതിനകത്ത് വേറെ കുറേ പേരൊക്കെ ഉണ്ട്. ഈ കമലഹാസന് ഇഷ്ടമുള്ള കുറേ ആൾക്കാരൊക്കെ ഇതിനകത്തേക്ക് അഭിനയിപ്പിച്ചിട്ടുണ്ട്. പ്രൊഡ്യൂസറാണല്ലോ, രാജ്കമൽ ഫിലിംസാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ഇതൊക്കെ ഉണ്ട്. എന്തായാലും ഒരു അവിയിൽ പരിഭവത്തിലുള്ള ഒരു സിനിമ, അതിനകത്ത് തന്നെ സിനിമയാണെന്ന് പോലും ഞാൻ ഓർമ്മിക്കാൻ ആഗ്രഹിക്കാത്ത വിധത്തിൽ ഒരു ടൈപ്പ് പടം. STR വാസ് ദ ഒൺലി സേവിങ് ഗ്രേസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കമലഹാസനിൽ നിന്ന് ഞാൻ ഇതൊക്കെ മേലെയാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ആ പ്രതീക്ഷയ്ക്കൊത്ത് വന്നില്ല. എന്തായാലും എനിക്ക് പടം ഇഷ്ടപ്പെട്ടില്ല ഇവിടെ, അത് ഞാൻ പറയുന്നു. ഇപ്പോൾ വേറെ ഒന്നും പറയാനില്ല, എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. നിങ്ങൾക്ക് എന്ത് തോന്നി എന്നുള്ള കമൻറ്റ് ചെയ്യുക. ഞാൻ ബ്ലൈൻഡ് ഫാനല്ല, ഏതൊരു നടനാണെപ്പോലും. അതിപ്പോൾ ലാലേട്ടനായിക്കോട്ടെ, ഹൃതിക് റോഷൻ ആയിക്കോട്ടെ, കമലഹാസനായിക്കോട്ടെ, ആരായാലും ബ്ലൈൻഡ് ഫാനല്ല. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് ഞാൻ പറയും. വാർ 2 ഞാൻ ഈ അടുത്ത് കണ്ട ഏറ്റവും കച്ചറ ട്രെയിലറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ അതും പറഞ്ഞുകൊണ്ട് ഞാൻ അത്രയും ഹൃതിക് റോഷൻ്റെ ഫാനാണ്. ഹൃതിക് റോഷൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ പോയി നിന്നിട്ടുണ്ട് അദ്ദേഹത്തിനെ കാണാൻ വേണ്ടിയിട്ട്. എന്നാലും ഞാൻ പറയുകയാണ്, ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നിയത് ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ പറയും. അല്ലാതെ ഞാൻ ബ്ലൈൻഡ് ഫാനായിട്ട് മറ്റേ വന്നിട്ട് എനിക്ക് തള്ളാൻ പറ്റില്ലൂടെ. ശരി, അപ്പോൾ ഇത്രേ ഉള്ളൂ, വേറെ ഒന്നും പറയാനില്ല. അപ്പോൾ ടാറ്റ.